വളരെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് അരുൺ. ജോയിയുടെ 2 ദിവസമായി റെയിൽവേ ടണലിനുള്ളിൽ തെരച്ചിൽ നടത്തുകയായിരുന്നു ഫയർഫോഴ്സും NDRF-ഉം. ഇന്നിപ്പോൾ നാവികസേനാ സംഘവും തെരച്ചിൽ തുടങ്ങിയിരുന്നു. ജോയിയുടെ മൃതദേഹം ഇപ്പോൾ മറ്റൊരു സ്ഥലത്ത്, ഈ ആമയിഴഞ്ചാൻ തോട് തന്നെ ഒഴുകിപ്പോകുന്ന മറ്റൊരിടത്ത്, തിരുവനന്തപുരത്ത് തകരപ്പറമ്പിൽ ചിത്രാ ഹോമിന്റെ പിറകിലെ കനാലിൽ ഒരു മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്തയാണ് ആദ്യം വന്നത്. റെയിൽവേയിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്നത് ഇവിടെ ഈ വഴി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു, പരിശോധിച്ചു. പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു എന്നാണ് അരുൺകുമാർ പറയുന്നത്. കാണാതായ തൊഴിലാളി ജോയിയുടെ മൃതദേഹം തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്, ജീർണിച്ച അവസ്ഥയിൽ തന്നെയാണ് മൃതദേഹം ഉള്ളത്. എന്തായാലും അല്പസമയം മുൻപാണ് ഈ ഭാഗത്ത് മൃതദേഹം ശ്രദ്ധയിൽപ്പെട്ടത്. അതിനെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും ഒക്കെ ഈ പ്രദേശത്തേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹമാണെന്ന് സ്ഥിരീകരിച്ച് അതിൽ നിന്നും എടുക്കുന്നൊരു ശ്രമം തുടങ്ങിയത്. നിലവിൽ കനാലിൽ നിന്നും മൃതദേഹം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ആംബുലൻസിലേക്ക് മൃതദേഹം കയറ്റുകയാണ്. ഇനി ഇത് നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് തുടർ പരിശോധനകൾ